ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾക്കെതിരായ പരാതികളിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇഡി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഫിജി കാർഡ്, ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരായ പരാതികളിലാണ് അന്വേഷണം. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ നിക്ഷേപ പദ്ധതികളിലും ഇഡിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദീകരണം തേടിയ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ഒരു പ്രത്യേകതയുമില്ലെന്നും ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ലേബി സജീന്ദ്രനിലേക്ക്. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. ഇഡിയുടെ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണം നടത്തുന്നത്? സുജയ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇഡി അന്വേഷിക്കുക. ഇഡി അന്വേഷിച്ചതിന് ശേഷം ECIR ഫയൽ ചെയ്യും. അതിനുശേഷമായിരിക്കും ബാക്കി തുടർന്നങ്ങോട്ടുള്ള നടപടി ഉണ്ടാകുക. സുജയ, ഓർക്കേണ്ട കാര്യം ഇതാണ്: ഈ ബോബി ചെമ്മണ്ണൂർ പ്രൊമോട്ടർ ആയിട്ടുള്ള ക്രെഡിറ്റ് സൊസൈറ്റി 2022-23 സാമ്പത്തിക വർഷം മാത്രം 540 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയ ഫിജി കാർഡിനെ കുറിച്ചും പരാതിയുണ്ട്. ഈ രണ്ട് നിക്ഷേപ പദ്ധതികളെ കുറിച്ചുമുള്ള പരാതി നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇത് സംബന്ധിച്ച് ഇഡി ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇപ്പോൾ ഇഡി അതിന്റെ തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒട്ടും വൈകാതെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ നടിയുമായി ബന്ധപ്പെട്ട ഈ വിവാദമൊക്കെ ഉയർന്ന് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര നടപടികളുമായി തന്നെ ഇഡി മുന്നോട്ട് പോകും. നമുക്ക് ശ്യാം ദേവരാജിലേക്ക് കൂടി പോകാം. ബോബിക്കെതിരെ ഇഡി നിൽക്കുന്നു. ശ്യാം ദേവരാജ്, ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഹർജി എടുപ്പിച്ചെങ്കിലും പാളിയത് എവിടെയാണ്? സുജയ പാർവതി, ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാം എന്നതായിരുന്നു അഭിഭാഷകന്റെ ലക്ഷ്യം. പക്ഷേ ആ നീക്കം ഹൈക്കോടതി അംഗീകരിച്ചില്ല. പക്ഷേ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. സെൻട്രൽ പോലീസ് ചൊവ്വാഴ്ചയ്ക്കകം മറുപടി നൽകണം. ചൊവ്വാഴ്ച ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷ വന്നാൽ 4 ദിവസം സ്വാഭാവികമായും പോലീസിന് മറുപടി നൽകാൻ വേണ്ടി ലഭിക്കുമെന്ന കാര്യവും കൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ബോബി ചെമ്മണ്ണൂരിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതേസമയം ഇഡി ബോബിയുടെ നിക്ഷേപ പദ്ധതികളിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്.